നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച ഒരു വിധിയല്ല ഇന്ന് വന്നത്. താൽക്കാലികമാണെങ്കിലും അടുത്ത് തന്നെ പുതിയ തീയതി ഏതാനും കുറഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷം അത് കിട്ടുന്നതാണ് ആ സമയം. അതിനുശേഷം അത് നമുക്ക് അറിയാൻ കഴിയും എന്നാണ് അടുത്ത സിറ്റിംഗ് എന്നുള്ള. അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് ഇതിന് അനുമതി നൽകേണ്ടത്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഇതിന് കാത്തിരിപ്പാണ്. അവരാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് പേപ്പറുകളുണ്ട്. അതുകൂടി ഹാജരാക്കി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സിറ്റിങ്ങിൽ അത് ക്ലിയർ ആവും എന്നുള്ളത് തന്നെയാണ്. ഞങ്ങളൊക്കെ അത് പ്രതീക്ഷിക്കണം. ഞാൻ ഇപ്പോൾ റിയാദിൽ നിന്ന് ഇന്നലെ മിഞ്ഞാന്ന് വന്നാണ്. ഇന്ന് തന്നെ തിരിച്ചു പോവുകയാണ്. വേറെ ആവശ്യത്തിന് വന്നതായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളും അതിൻ്റെ ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് മാത്രമേ നടക്കുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കാം, പക്ഷേ ആ രാജ്യത്തിൻ്റെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ച് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ. ഇന്ന് വിധിൻ്റെ ഇത് മാറ്റിയേക്കാണ്ടായ കാരണം ഇത് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ അവർ എന്തോ ചോദിച്ച ആ ചോദ്യത്തിന് നമ്മളെ വക്കീൽ അതിൻ്റെ വേണ്ട രീതിയിലുള്ള പേപ്പറുകൾ ഇനി അടുത്ത സിറ്റിങ്ങിൽ ഹാജരാക്കാൻ കഴിയുള്ളൂ. കാരണം ഒറ്റയടിക്ക് അപ്പം തന്നെ ഹാജരാക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിലുണ്ടാകുന്ന കാലതാമസം ഇനി തരുന്ന ഡേറ്റ് 2-3 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഡേറ്റ് കിട്ടുന്നതാണ്. അതോടുകൂടി ഇൻഷാ അല്ലാഹ് ഈ പ്രശ്നത്തിന് പരിഹാരമാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്.